ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അടുത്ത് വന്ന് പരാതിപ്പെട്ടു. ഒരു സഹോദരൻ ഇമാം അവർകളെ, ദിഫായി ഷെയ്ഖ് തങ്ങളെ, എൻ്റെ മകൾക്ക് മാനസികമായ രോഗം. അങ്ങനെ രോഗം മൂർജിക്കുമ്പോൾ ആ പെണ്ണ് ചെയ്യാത്ത ഒരു അക്രമവുമില്ല. മുന്നിൽ വരുന്നവരൊക്കെ അടിക്കുക, കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുക, സാധനങ്ങളൊക്കെ നശിപ്പിക്കുക. താനി ഭ്രാന്തത്തിയെ പോലെയാണ് എൻ്റെ മകൾ പെരുമാറുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഷെയ്ഖ് അവർകൾ പറഞ്ഞു, ഞാനതിന് പരിഹാരം പറഞ്ഞു, ഞങ്ങൾ വിഷമിക്കണ്ട. ഏതൊരു ബാപ്പക്കുണ്ടാകൂല ഒരു വിഷമം. അങ്ങനെ ഒരു മകൾ അങ്ങനെ കുടുങ്ങിയാൽ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരട്ടെ. പലരും അത് പ്രത്യേകം പറഞ്ഞ് ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് അവർകളതൊക്കെ കൂട്ടി ദ്വാരക്കും അവിടെ വാദിന് ശേഷം. ഞാൻ പറഞ്ഞു വരുന്നത്, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ മെതിയടി എടുത്തിട്ട് നീ പോ. മെതിയടി മരം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ്, മരത്തിന്റെ ചെരുപ്പ്, അതെടുത്തിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. നമ്മളെ ഈ ചെരുപ്പല്ല. പോയിട്ട് ആ ഇളകുന്ന സഹോദരി ഇല്ലേ, ആ മകള്, ആ പെണ്ണ്, ആ പെണ്ണിനോട് ഈ മെതിയടി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നീ പറയണം, ഇറങ്ങിപ്പോകണം, ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഈ മെതിയടി കൊണ്ട് നിന്നെ അടിക്കും, അടിക്കും എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇറങ്ങിപ്പോയേക്കും. ഉടനെ ആ ചെരുപ്പം എടുത്തിട്ട് ശിഷ്യൻ പോയി. ആ പെണ്ണിന്റെ നേർക്ക് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചതാണ്, ഇറങ്ങിപ്പോകണം. ഒന്നിങ്ങനെ മൂളിയിട്ട് പറഞ്ഞു, ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെങ്കിൽ നമ്മൾ അനുസരിക്കണമല്ലോ. ശൈത്താൻ ഉള്ളിൽ നിന്ന് പെണ്ണിലൂടെ പറയുകയാണ്, ഫഇന്നഹു റജുലുൻ അതാഅ അല്ലാഹ് വമൻ അതാഅ അല്ലാഹ അതാഅഹു കുല്ലു ശൈ. ദിഫായി ഷെയ്ഖ് പറഞ്ഞതാ, എന്നാ പിന്നെ അനുസരിക്കല്ലാതെ വേറെ മാർഗമല്ല അവിടെ. കാരണം അള്ളാഹുവിനെ ആ രൂപത്തിൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞത് എന്താ, ഒന്നും കുറയില്ല എന്നല്ലേ, ഒന്നും കുറയാനില്ലാന്ന്. എല്ലാ അമലും അള്ളാഹ് കബൂലാക്കുന്നല്ലേ. പറഞ്ഞ വാക്കൊക്കെ സ്വീകരിച്ചു. എന്ത് എഴുതി കൊടുത്താലും എന്ത് പറഞ്ഞു കൊടുത്താലും ഒക്കെ അള്ളാഹ് കബൂലാക്കി. അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോളാം, ഒരു പ്രശ്നവുമില്ല. ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഫഇന്നഹു റജുലുൻ അതാഅ അല്ലാഹ്, അള്ളാഹുവിന് വിധേയപ്പെട്ട അനുസരിച്ച ഒരു മഹൽ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു. വഴിപ്പെടുന്നു, ഇറങ്ങിപ്പോകുന്നു. നല്ല സന്തോഷത്തോടുകൂടെ, നേരത്തെയുള്ള ഒരു വിഭ്രാന്തിയില്ല, നല്ല റാഹത്തോടെ ജീവിക്കുന്നു. 2 വർഷം കഴിഞ്ഞു. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായി. വഫാത്തായപ്പോൾ പിന്നെയും അതേ അസുഖം കടന്നു വന്നു. അപ്പൊ പഴയ സ്ഥിതി അനുസരിച്ച് മെതിയടിക്ക് വർക്കത്തൊന്നും കുറവില്ല. ആ മെതിയടിയുമായിട്ട് ശിഷ്യൻ പോയി, അതേ ശിഷ്യൻ തന്നെ. അപ്പോൾ കിട്ടിയ പ്രതികരണം എന്താണെന്നറിയോ? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായ പ്രകാരം വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് തോന്നുന്നില്ല. നേരത്തെ നിങ്ങളെ പറഞ്ഞയച്ചാള് ആരാണ്? അനുസരിക്കേണ്ട മഹൽ വ്യക്തിത്വമാണ്. ചെരുപ്പിന് ബർക്കത്തില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളിപ്പോ സ്വന്തം തീരുമാനപ്രകാരമല്ലേ വന്നത്. നേരത്തെ നിങ്ങളെ പറഞ്ഞയച്ചാളെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. നിങ്ങൾ അനുസരിക്കും പോലെ തന്നെ ഞങ്ങളും അനുസരിക്കാറുണ്ട് എന്ന് ശൈത്താന്മാര് പറഞ്ഞെങ്കിൽ അനുസരണത്തിന് അത്രമാത്രം വലിയ മഹത്വമുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ആ അനുസരണം യഥാവിധി നിർവഹിക്കുകയാണെങ്കിൽ, ലാ യലിതുകും മിൻ അഅമാലികും ശൈആ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നിങ്ങൾക്ക് കുറയാനില്ല. അതെ, പക്ഷേ ഈമാൻ നിങ്ങളെ കൽബിൽ ഉറച്ച രൂപത്തിൽ വേണം. ഉറക്കാതെ, ഈമാൻ കൽബിൽ ഉറക്കാതെ ആമന്ന ആമന്ന എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഇവിടെയാണ് ഇസ്മായിൽ ഹത്തിൽ ബറൂസവി തങ്ങൾ പറയുന്നത്, ഈമാൻ ഉറച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുന്ന ദുആയാണ്, അല്ലാഹുവേ എൻ്റെ ഖൽബിനെ നിന്റെ ദീനിൽ നീ സുബൂതാക്കി തരണം. ഐ അലാ തസ്ദീഖിക, നിന്നെ വിശ്വസിച്ച് അംഗീകരിക്കുന്നതിന്റെ മേൽ എൻ്റെ ഖൽബിന് നീ സ്ഥൈര്യം തരണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ ഒരു മനുഷ്യനെ പറ്റി ബാഹ്യാർത്ഥത്തിൽ മുസ്ലിമാണ് എന്ന് നമ്മൾ കൽപ്പിക്കും. അയാളെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ നടപ്പിലാക്കും. അതേ സമയത്ത് ഖൽബിൽ വിശ്വസിക്കാത്ത മനുഷ്യരാണെങ്കിൽ മുനാഫിഖിനെ പോലെയാണ് അവരോട് പെരുമാറുന്നത്. ദുനിയാവിന്റെ ഹുക്കുമുകളിലൊക്കെ അവൻ മുഅ്മിനെ പോലെ പെരുമാറുകയാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനല്ല. കാരണം ഖൽബ് കൊണ്ട് ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഖൽബ് കൊണ്ട് തസ്ദീഖ്, ഖൽബ് കൊണ്ട് ശരിയായ അംഗീകാരം വന്നിട്ടില്ല. ഈമാൻ ഖൽബിൽ ഉറക്കേണ്ടതില്ലേ? അതിന് ഈമാനിന്റെ എല്ലാ ഘടകങ്ങളും ബാധിക്കേണ്ടതുണ്ട്, നമുക്ക് ബാധകമാക്കേണ്ടതുണ്ട്. എങ്ങനെ ഈമാൻ ഖൽബിൽ ഉറക്കൽ? ശരിയായ അംഗീകാരവും നാവ് കൊണ്ടുള്ള സമ്മതവും മാത്രം അല്ല, ഈമാനിനോട് നിരക്കാത്ത ഒരു പ്രവർത്തനവും ബാഹ്യതലത്തിൽ കാണാത്ത രൂപത്തിൽ ഈമാനിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല ഈമാൻ. പിന്നെയോ ഈമാൻ എന്ന് പറയുന്നത് ഖൽബിൽ എത്തിച്ചേരുന്നൊരു നൂറാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖഅ ഫിൽ ഖൽബി ഇൻഫസഹ ലഹു വത്തസഅ. ഈമാനിന്റെ യഥാർത്ഥ നൂറ് ഖൽബിൽ കടന്നു കഴിഞ്ഞാൽ ആ നൂറ് സ്വീകരിക്കാൻ ഖൽബ് പ്രവിശാലമാകും, ഖൽബ് വിശാലമാക്കി കൊടുക്കും. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ ലിദാലിക നൂരി അലാമത്തുൻ യുറഫു ബിഹാ. ഖൽബിൽ അങ്ങനെ ഒരു ഒളിവ് ഉണ്ട് എന്നതിന് അറിയപ്പെടാൻ പറ്റുന്ന അടയാളങ്ങളുണ്ടോ? തങ്ങൾ പറഞ്ഞു, അതേ ഉണ്ട്. അത്തജാഫി അൻ ദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാണ്. ദുനിയാവിന്റെ മൊത്തത്തിൽ ഒരു സ്വഭാവം, അതിന് വഞ്ചനയുടെ ഒരു മുഖമുണ്ട്. ആ വഞ്ചനയിലൊന്നും പെടാതെ അകന്ന് ജീവിക്കലാണ്. ഇത് പറയുമ്പോ പരത്തി പറയേണ്ടതുണ്ട്, എങ്കിലും ഞാൻ പറയട്ടെ, വഞ്ചനാപരമായ മുഖങ്ങളിൽ കുടുങ്ങരുത്. സഹോദരങ്ങളെ, ദുനിയാവിന്റെ വഞ്ചന എന്താണ്? സാമ്പത്തിക രംഗത്ത് വലിയൊരു വഞ്ചനയുടെ മുഖം ഉണ്ട്. അർഹതയില്ലാത്തത് സ്വീകരിക്കുന്നതൊക്കെ വഞ്ചനയുടെ മുഖമാണ്. നമുക്ക് അർഹതപ്പെടാത്തത് ഏത് രൂപത്തിലാണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ അതിന് അവകാശികളല്ലാത്തത് കൊണ്ട്, അത് സർക്കാർ തരുന്നതാണെങ്കിലും ശരി, ഏതെങ്കിലും സംഘടന തരുന്നതാണെങ്കിലും ശരി, ഏതെങ്കിലും വ്യക്തികൾ തരുന്നതാണെങ്കിലും ശരി, അർഹതയില്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂല. സക്കാത്ത് വാങ്ങാൻ അർഹതയില്ലാത്ത ആൾ വാങ്ങാൻ പറ്റുമോ? സക്കാത്തിൽ മാത്രമേ അത് ബാധകമുള്ളൂ. സക്കാത്തിൽ മാത്രം, മസലയിൽ മാത്രമേ അത് ബാധകമുള്ളൂ. സർക്കാരിന്റെ വക കാർഷിക ഫണ്ട് വന്നു. ഉദാഹരണം പറയട്ടെ, വന്നോളൂ നിനക്കറിയില്ല, ഞാൻ ഉദാഹരണം പറയാം. കാർഷിക ഫണ്ട് വന്നപ്പോ നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയമാണ്, ഇടിയും മിന്നലൊക്കെ ഉള്ള സമയം. അപ്പോഴാണ് ആ ഫണ്ട് സ്വാഭാവികമായിട്ടും വരിക. അങ്ങനെ വരുമ്പോ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരൊക്കെ പോയി എഴുതി കൊടുക്കുകയാണ്, എൻ്റെ 40 വാഴ വീണ് ഒടിഞ്ഞ് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്, അതിന് വേണ്ടതൊക്കെ തരണം. അപ്പോൾ നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ 4 വാഴ അത് സുജൂദിലെത്തിയില്ല, റുക്കുവിൽ ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. സുജൂദിലേക്ക് എത്തിയില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എവിടെ 40? 4 ഉള്ളൂ, അതന്നെ പൂർണ്ണമായിട്ടും ആയിട്ടില്ലല്ലോ. ഒരു പക്ഷേ താങ്ങി നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് പൂർണ്ണമായി കിട്ടും ചെയ്യും. അങ്ങനെ എത്തിയിട്ടുള്ളൂ, അതാ റുക്കു എന്ന് പറഞ്ഞത്. സുജൂദിലെത്തിയ പിന്നെ പ്രതീക്ഷിക്കാനല്ലേ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു, അത് നിങ്ങൾ വിഷയാക്കാൻ, നിങ്ങൾ എഴുതിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നാ പോരെ. അതാ ഒരു കടുത്ത വഞ്ചന. അർഹതപ്പെട്ട ആളുകളുടെ കീശയിലേക്ക് പോകേണ്ടത് ഇങ്ങോട്ട് സ്വീകരിക്കാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോ എല്ലാവർക്കും കിട്ടണം കാർഡ്. 4ാം തലമുറക്ക് ജീവിക്കാൻ വരെ സ്വത്തുള്ളവനും ലക്കിയിൽ കിട്ടുന്ന കാർഡിന് വല്ലാത്ത മോഹമാണ്. അള്ളാഹു അവന് കൊടുത്ത സമ്പത്തുണ്ട്, അവൻ്റെതല്ല, ബാപ്പാൻ്റെതാണ്. ഒന്ന് ഉപയോഗിച്ചാൽ മതി. മക്കൾക്കും പേരമക്കൾക്കും 3ാം തലമുറക്കും 4ാം തലമുറക്കുള്ളതുണ്ട്. എന്നിട്ടും അവൻ പോയി എഴുതി കൊടുക്കുന്നു, എനിക്ക് വരുമാനം ഒരു വർഷത്തിൽ 3000 മാത്രമേ ഉള്ളൂ. ഓ പച്ച സാധു, എന്താ സദസ്സിനൊക്കെ പിരിവെടുത്തോണ്ട് കൊടുക്കണം. വരുമാനത്തിൽ പച്ച നുണ എഴുതരുത്, വഞ്ചന കടുത്ത നുണ. എത്ര വരുമാനം എഴുതേണ്ടത്? മാസത്തിൽ 30,000 ഉള്ള ആള് വർഷത്തിൽ എഴുതണം 3000.
ഇങ്ങനെയുണ്ട്. ഒരു മകന് കിട്ടുന്ന ശമ്പളം 30,000 പറഞ്ഞാൽ വേറെയുള്ള വകുപ്പൊക്കെ വേറെ ഉണ്ട്. അതിൽ തേങ്ങ അടക്കി മറ്റൊന്നും പറ്റിട്ടില്ല, വേറെ ഉണ്ട്. ബിൽഡിംഗ് വാടക ഒന്നും പറ്റിട്ടില്ല. ഇങ്ങനൊക്കെ കിട്ടിയിട്ട് ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയോ? അതാണ് ഒരു വഞ്ചനയുടെ തലവും സ്വീകരിക്കരുത്. അത് സത്യത്തിൽ ഈമാനിന്റെ ഒളിവാണെന്ന് ഹബീബ് റസൂലുള്ളാഹി വെറുതെ പറഞ്ഞതല്ല. ഈമാൻ കൽബിലേക്ക് കടന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു മേഖലയിൽ എണ്ണിയാൽ ഒരുപാടുണ്ട്. ചൂഷണോപാധിയായ സമ്പത്ത് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഒട്ടനവധിയുണ്ട്. ഒന്നിലും ഈമാനുള്ള മൂമിൻ പെടരുത്. ഉമ്മമാരോട് പെങ്ങന്മാരോട് പറയട്ടെ, പണയം വെക്കാൻ വേണ്ടി വള ഊരി കൊടുക്കരുത്, മാല ഊരി കൊടുക്കരുത്. കെട്ടുകണക്കിനല്ലേ പലിശ കൊടുക്കേണ്ടി വരുന്നത്. 1000 10,000 എത്രയാണ് അടക്കേണ്ടി വരുന്നത്? നഊദു ബില്ലാഹ്. കല്യാണം കഴിക്കുമ്പോഴേക്ക് തറയിട്ടിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീടാകണം എന്നൊരു വുജൂബൊന്നും ഇല്ല. അങ്ങനെ ഒരു സിദ്ധാന്തൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു സുന്നത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല. പണമില്ലാഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കുന്നു. അവന് ഒന്നാമത്തെ രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹത്തിന്റെ സമയം എത്തിയിട്ടും ഇതിന്റെ പലിശ വീട്ടാനായിട്ടില്ല. കഴിയുമോ സഹോദര? ഈമാനിന്റെ ശരിയായ നൂറ് കൽബിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ടെങ്കിൽ കൽബത് പ്രവിശാലമായി സ്വീകരിക്കും. ഭാഗ്യതലത്തിൽ അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഉണ്ട്. ഒന്നാമത്തെ അടയാളം അത്തജാഫി അൻദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് കഴിയലാണ്. വഞ്ചനയുടെ മേഖലയിൽ ഒരു നയാ പൈസ പോലും പറ്റിപ്പോകണ്ട. ആരാന്റെ ഹക്ക് വസൂലായി പോകണ്ട. സക്കാത്തില് മാത്രം അല്ല വിഷയം, അല്ലാത്തതിലും വിഷയമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പ്രശ്നം പരിഹരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച്, സത്യം ബോധ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടെ വിധി നടപ്പിലാക്കി തരുന്നു. അതേ സമയത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൃത്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വിധി നടപ്പിലാക്കി തരുന്നത്. ആരാന്റെ ഒരു ഹക്ക് അഥവാ നിങ്ങളെ ഭാഷ കൊണ്ട്, നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി കരുതിയേക്കണേ. മൻ അഖദ ശിബ്റം മിൻ അർളി അഖീ, മൻ അഖദ ശിബ്റം മിൻ അർളി അഖീ, സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്നൊരു ചാൺ ഭൂമി അവകാശമില്ലാതെ പിടിച്ചു പറ്റിയാൽ, അവരറിയാതെ രജിസ്ട്രേഷൻ നടത്തിയാൽ, സുഹൃത്തെ രജിസ്ട്രേഷൻ ഇവിടെയുള്ള താൽക്കാലിക മുഖമാണ്. ഒരു ചോദ്യം ചെയ്യുന്ന ലോകം വരാനുണ്ട്. ശരിയായ രേഖ ചോദിക്കുന്ന രംഗം വരാനുണ്ട്. ഭൂമി സാക്ഷി പറയുന്ന രംഗം വരാനുണ്ട്. ളുൽമൻ, അതിക്രമമായിട്ട് മക്കൾക്കും മറ്റൊന്നും ബോധമില്ലാത്ത സമയത്ത് അവർക്ക് അവകാശം കിട്ടേണ്ട സ്വത്ത് നീ അങ്ങ് കൈക്കലാക്കി പോയാൽ, എന്നിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവർക്ക് മറിക്കാനും തിരിക്കാനും പറ്റാത്ത കോലത്തിൽ നീ അങ്ങ് നിന്റെ കസ്റ്റഡിയിൽ വെച്ചു പോയാൽ, തവ്വഖഹുല്ലാഹു ഇലാ സബീ അർളീന യൗമൽ ഖിയാമ, ആ ഒരു ചാണ് ഭൂമി അവന്റെ കഴുത്തിൽ മാലയായി 7-ാം ഭൂമി വരെ അണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാരെ മുന്നില്, നിന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചവരെ മുന്നില്, സ്വന്തം ബാപ്പാന്റെ ഉമ്മാന്റെ മുന്നില് ആഖിറത്തിൽ വഷളാകാതിരിക്കണമെങ്കിൽ വഞ്ചനാപരമായി ചതിപ്രയോഗം നടത്തിയിട്ട് അക്രമത്തിലൂടെ മറ്റുള്ളവർ കഴിവ് കുറഞ്ഞവരായതുകൊണ്ട് അവരെ സമ്പത്ത് നീ അങ്ങ് കൈക്കലാക്കി പോകണ്ട. അത് നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ആ അലച്ച മാറാത്തത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത്. സുഹൃത്തെ, എത്ര ചാണ് ഭൂമിയുണ്ടായിരുന്നു ഖാറൂനിന്, എത്ര കോടി സമ്പത്തുണ്ടായിരുന്നു ഖാറൂനിന്. ഒരു തുണ്ടം സക്കാത്ത് കൊടുക്കാതെ കലീമുല്ലാഹി
മൂസാ അലൈഹിസ്സലാമിനെ ജനമധ്യത്തിൽ താറടിച്ചപ്പോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. നല്ല ചമൽക്കാരത്തോടെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ മുന്നിലും പിന്നിലും അതാ നല്ല സേനകളുണ്ടായിരുന്നു, അശ്വഭടന്മാരുണ്ടായിരുന്നു, കാവൽക്കാരുണ്ടായിരുന്നു. ഭൂമിയിലേക്ക് നമ്മളങ്ങ് ആഴ്ത്തിയപ്പോ ഫമാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, പിന്നെ സഹായിക്കാൻ ആരെയും കണ്ടില്ല, സ്വന്തം സഹായം ലഭിച്ചതുമില്ല. വമാ കാന മിനൽ മുൻതസിരീൻ. അതുകൊണ്ട് എല്ലാവരും ശരിക്ക് കരുതണം, ആരാന്റെ ഒരു ഹക്കും കൈക്കലാക്കരുത്, സ്വന്തത്തിന് ഹിതമല്ലാത്തത് സ്വീകരിക്കരുത്. അക്രമപരമായിട്ട് തറവാട്ടിലൂടെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പലതും കൈക്കലാക്കരുതേ. ദുനിയാവ് തീരാനുള്ളതാണ്, ആഖിറം എന്നെന്നും ബാക്കിയാണ്. അത് ശരിക്ക് ബോധ്യം വേണം. ഞാനിവിടെ വരുമ്പോഴും തുടക്കത്തിൽ എന്നോട് അങ്ങനത്തെ 2-3 കേസുകൾ പറഞ്ഞവരുണ്ട്. അത് കൽപ്പിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് വിഷയങ്ങൾ പറയുകയല്ല. പ്രായം കൂടുന്തോറും സമ്പത്തിനോടുള്ള പ്രതിബദ്ധത കൂടുകയാണ് ആളുകൾക്ക്. മരിക്കാനായെന്നാ ഞാൻ കുറച്ച് കൊടുത്തോട്ടെ എന്നുള്ളതല്ല, മരിക്കാനായി കിട്ടാവുന്നിടത്തോളം കൊണ്ട് പോന്നോട്ടെ എന്നാണ്. അങ്ങനല്ലേ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും പറഞ്ഞത്. നല്ല നിലക്ക് ജീവിച്ച സ്വാലിഹായ മനുഷ്യൻ, നല്ല കച്ചവടം ചെയ്ത് ഹലാലായ രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ, കച്ചവടം നിർത്തിയിട്ട് വിശ്രമ ജീവിതം തുടങ്ങിയപ്പോൾ ശൈത്താൻ വന്ന് പറ്റിച്ചു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് കയ്യിലിരിക്കുന്ന പണം എന്ന പരസ്യം കൊടുക്കൽ, ചിതലരിക്കണ്ട എന്ന പരസ്യത്തിൽപ്പെട്ട് ആ പ്രായമുള്ള മനുഷ്യൻ പലിശക്ക് കൊടുത്തു. അങ്ങനല്ലേ റമളാനിൽ അവസാനത്തെ 10-ൽ 27 രാവാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന സംഭവം അങ്ങനല്ലേ. ബാപ്പാന്റെ ഖബർ സിയാറത്തിന് പോയപ്പോ പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടത് നല്ലവരാണെന്ന് ആളുകളൊക്കെ പറഞ്ഞ ഒരു മാന്യദേഹത്തിൽ നിന്ന് ചുളിവിലൂടെ നടന്നൊരു വിഷയമല്ലേ ആ പലിശ. മക്കളൊക്കെ പോറ്റാനുണ്ട്, പേരക്കുട്ടികളൊക്കെ പോറ്റാനുണ്ട്. ചിലരൊക്കെ അന്തസ്സായി മനസ്സിലാക്കൽ എങ്ങനെയാണ്, മക്കളോടും ചോദിക്കണ്ട പിന്നെന്തിനാ ഈ മക്കള്, പേരക്കുട്ടിയോടും ചോദിക്കണ്ട പിന്നെന്തിനാ ഓല്, ഇങ്ങനെ കാണാനോ അല്ലെ ഇങ്ങനെ ജുമാക്ക് എണ്ണം കൂട്ടാനാ, 1-ാം സഫറിലുള്ള ഇന്റെ ആളാണ് 2-ാം സഫറിന്റെ ആളാ പറയാനാ. അവരൊക്കെ വാപ്പാനും ഇമ്മാനും പോറ്റേണ്ട സമയത്ത് പോറ്റിട്ടില്ലെങ്കിൽ വാങ്ങണം അങ്ങോട്ട്. 1-ാം മാസം 10,000, 1-ാം മാസം 20,000. ഞാൻ നിന്റെ വാപ്പയാണ്, അത് നിന്റെ ഉമ്മയാണ്, അത് വലിയ മീനൊക്കെ പോറ്റാനാ ഉണ്ടാവും. പിന്നെ ചെറുപ്പത്തിന് എനിക്ക് ചെലവഴിച്ചില്ല, പിന്നെ നീ വലുതായിട്ട് എന്തൊരു കാര്യം കിട്ടാനാ. ചിലർ മനസ്സിലാക്കും അവരോടൊന്നും ചോദിക്കണ്ട, ഇങ്ങനെ എവിടെയെങ്കിലും കൊടുത്താൽ മാസവരി ഇങ്ങനെ പലിശക്ക് വാങ്ങാലോ, അപ്പൊ ആരും ശല്യമില്ലാതെ ജീവിക്കും. അത് എളുപ്പ വഴിയല്ല, അത് വഞ്ചന. അത് എളുപ്പ വഴിയല്ല, കുടുങ്ങുന്ന വഴിയാ. അത്തജാഫി അൻദാരിൽ ഗുറൂർ. രണ്ടാമത്തെ അടയാളം പറഞ്ഞു, വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്. വൽ ഇനാബതു മടങ്ങലാണ്, ഇലാ ദാരിൽ ഖുലൂദ് ശാശ്വതമായ ലോകത്തേക്ക്, പരലോകത്തേക്ക് മടങ്ങാൻ ഒരുക്കമാണ്. ആ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ജീവിതത്തിലെ ചലന നിശ്ചലനങ്ങൾ വായിച്ചാൽ ശരിക്കും കൃത്യമായത് കിട്ടും. അയാൾ എങ്ങോട്ടോ ഒരുങ്ങിപ്പോകാൻ തുടങ്ങിയതുപോലെയുണ്ട്. മരണം ഇറങ്ങുന്നതിന്റെ മുമ്പ്, മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി റെഡിയാകലാണ്, തയ്യാറാകലാണ്. സ്വഹാബത്ത് പോലും കഫംപുട വാങ്ങിയിട്ട് ആ കഫംപുട മാറി മറിച്ചു നോക്കിയില്ലയോ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കാരത്തിന് വന്നപ്പോൾ നല്ല ഒരു തുണി ധരിച്ചിട്ടുണ്ട്. ആ തുണി കണ്ടപ്പോൾ സഹ്ൽ ഇബ്നു സഅദ് സായിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ തുണി കണ്ടപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിനോട്, നല്ല ചൊറുക്കുള്ള തുണിയാണല്ലോ. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കിട്ടിയ തിരക്കടില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥതാണ്. പിന്നെ കിട്ടണമെന്ന് പറയേണ്ടതില്ല, അതിന്റെ അർത്ഥതാണ്. ഒരാൾ നമ്മളോട് നല്ല ഉഷാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂപ്പരത് മോഹിക്കുന്നുണ്ട് എന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് നിന്നു. ഇതൊരു പെണ്ണ് തുന്നി റെഡിയാക്കി നല്ലവണ്ണം നെയ്ത്ത് നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. നബി, ഇത് ഞാൻ തങ്ങൾക്ക് തരുന്നത് തങ്ങൾ തന്നെ ധരിക്കാനാണ്.
വിശ്വാസം ധരിച്ചിട്ട് നമസ്കാരത്തിന് വന്നത്. അപ്പൊ അത് കണ്ട സ്വഹാബി പറഞ്ഞു, ആ നല്ല ഭംഗിയുണ്ടല്ലോ, തുണി നല്ല ചൊറുക്കുണ്ടല്ലോ കാണാൻ. നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ റൂമിലെത്തി, ആ തുണി അയച്ച് ആ സ്വഹാബിക്ക് കൊടുത്തു. തങ്ങൾ പഴയ തുണി തന്നെ ധരിച്ചു. അപ്പൊ സ്വഹാബിമാരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ലേ തങ്ങളത് സ്വീകരിച്ചത്? ആവശ്യമില്ലെങ്കിൽ അത് ആർക്കെങ്കിലും കപ്പ തന്നെ കൊടുക്കൂലേ, എന്നിട്ടല്ലേ ധരിച്ചു വന്ന് നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഇത് തങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങിയത് എനിക്ക് ധരിക്കാൻ വേണ്ടിയല്ല, ഇതെനിക്ക് കഫംപുടയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടുത്തെ ശരീരം തൊട്ട ഒരു വസ്ത്രം എന്റെ കഫനായിട്ട് വരണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ആവശ്യപ്പെട്ടത്. ഹദീസിൽ പറയുന്നുണ്ട്, ഫകാനത് ദാലിക കഫനഹു, ആ വാങ്ങിയ വസ്ത്രം തന്നെയായിരുന്നു ആ സ്വഹാബിയുടെ കഫൻപുട. ഖബർ കുഴിച്ചു വെച്ച് ആ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖത്മു തീർത്ത മഹദിയല്ലേ ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ. അങ്ങനെ എത്ര മഹാന്മാരുണ്ട്, അവരൊക്കെ ശരിയായ ഈമാൻ പുൽകിയിട്ട് മരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായവരാണ്. കണക്കുകളൊക്കെ കറക്റ്റാക്കി തീർത്ത്, എല്ലാ കണക്കുകളും തീർത്ത്, ഇനി എനിക്കങ്ങനെ കടബാധ്യത മറ്റൊന്നും വരണ്ട എന്ന് കരുതിയിട്ട് ഉള്ള കാര്യത്തിന് അല്പാൽപമായി പാകത്തിന് ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ ജീവിച്ചിരുന്ന മഹാന്മാരെത്രയുണ്ട്. കാരണം എന്റെ പ്രായം 40 കഴിഞ്ഞു എന്നാണ് അവര് കാരണം പറഞ്ഞത്. അല്ലാമ ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു 40ാമത്തെ വയസ്സായപ്പോൾ തസ്വീഫെല്ലാം നിർത്തിയിട്ട് എനിക്ക് 40 ആയിട്ടുണ്ട്, ഞാനൊന്ന് ഇബാദത്തിലേക്ക് മാത്രമായി സമയം കളയട്ടെ എന്ന് കരുതിയിട്ട് ഒരു റൂമിലേക്ക് മാറി നിന്നു. അവിടെ ഒരു ശിഷ്യനെ നിർത്തിയിട്ട് പറഞ്ഞു, ആരെങ്കിലും വന്നാൽ ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറയണം, വൈകുന്നേര സമയത്ത് കാണാൻ പറ്റുമെന്ന് പറയണം. ഗ്രന്ഥരചന ധാരാളം നടത്തിയ മഹാനാണ്. അവിടുത്തെ തഫ്സീർ എല്ലാ ദർസുകളിലും ഓതുന്ന തഫ്സീറല്ലേ, അല്ലാതെയും വേറെ തഫ്സീറില്ലേ. വിശുദ്ധ ഖുർആനിൽ പറയുന്ന വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ച് പേര് പോലെ തന്നെ അൽ-ഇത്ഖാൻ എന്ന ഭദ്രമായ ഒരു ഗ്രന്ഥം സുയൂത്തി ഇമാം നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ വേറിട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 40 ആയപ്പോ ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ ചിന്ത പോകുന്നത് വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് വന്നതിന് ശേഷം, ആ സൂറത്ത് അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും തങ്ങൾ ചിരിച്ചിട്ടില്ല എന്നല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. സുജൂദിലും റുകൂയിലും ധാരാളം നേരം തസ്ബീഹ് ചൊല്ലിയിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങളിൽ, ഫർള് നിസ്കാരങ്ങളിലല്ല, സുന്നത്ത് നിസ്കാരങ്ങളിൽ പതിവില്ലാത്ത അത്രയും തസ്ബീഹ് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ആ ഉപ്പാന്റെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് വഫാത്തായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതിനിടയ്ക്ക് ചിരിച്ചിട്ടില്ല. അതേ മാർഗം തന്നെ അവലംബിച്ചതാണ്, ഒരുങ്ങിയതാണ്. വല്ലിസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി ഒരുക്കം ചെയ്യലാണ്. ഇത് മൂന്നും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ ഈമാൻ ശരിക്കങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ ഭാഗ്യതലത്തിൽ കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ അല്ലാഹു നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ആ ഈമാനിന്റെ അടയാളങ്ങളൊക്കെ മേളിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ.